കരയണ്ട, ആരും കരയണ്ട, ഒന്നുമില്ല. എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത് അത്? മോളി ചേച്ചി നമ്മുടെ കൂടെ കളി തുള്ളിയ കാളിതൻ കാലിൽ ലോയേഷ്, ഞാൻ ഈ ബെഡിലിരുന്നൊരു മിഠായി കഴിച്ചോട്ടെ? ഇവളെ കാണാനേ ഇല്ലല്ലോ. ലോയേഷ്, ഇതെവിടെ പോയി? ഏ ക്രിഷ്, ഞാൻ ഈ ബെഡിലിരുന്നൊരു മിഠായി കഴിച്ചാ അവൾക്ക് ദേഷ്യം പറ്റും? വരും. അതെ അല്ലേ, എനിക്കും ടോണിയാട്. ലോയേഷ്, നീ ബാത്റൂമിലുണ്ടോ? லோயிஷ் ஷட்டடா சார், இங்க இருக்கிறதுல யார் உங்களோட க்ளோஸ் ஃப்ரெண்ட்? டைரக்டர் விஜய் சார், அமலாபால் மேம், ஜிவி பிரகாஷ், யார் உங்களோட க்ளோஸ் ஃப்ரெண்ட்? அது தெரிஞ்சு இப்ப நீ என்ன பண்ண போற? കൊള്ളാം. എന്തൊക്കെ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുന്നത്? കലിപ്പനിക്ക പെങ്കൊച്ചുങ്ങളൊന്നും എനിക്ക് ചേർത്തില്ല. നിനക്ക് സിഗ്മ മെയിൽ എന്തെന്നറിയോ? അതെന്തിരിക്ക അതിലൊക്കെ ഉള്ള ഞാൻ. ഇത് മറ്റേ സാധനല്ലേ? ആ സ്റ്റിക്കർ വാട്സപ്പിൽ സ്റ്റിക്കർ കിട്ടിയായിരുന്നു, ഒരു മീശില്ലാത്ത ഒരാള് ഇങ്ങനെ കാണിക്കുന്നത്. ഇതെന്തിരണ്ടി ഈ ടൈല് കയറുന്ന സൗണ്ടിലൊക്കെ പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പൊട്ടത്തരമാണെന്ന് എനിക്കറിയാം. എന്നാലും ഇക്കാക്ക് ഒരു പാട്ട് പാടി പെണ്ണെ വളയ്ക്കാൻ പറ്റും. ആ പാട്ടൊക്കെ പാടൂടാ. മതി, ഇത് മതി. CHM കോളേജ് വിടും, ആദ്യം കാണുന്ന പെണ്ണിന്റെ അടുത്ത് ഒരു പാട്ട് അങ്ങ് കാശി കൊടുക്കണം. ബൈക്ക് എന്റെ പണ്ടത്തെ വീട്ടിലെ ബൈക്കായിരുന്നു, അച്ഛന്റെ ബൈക്കായിരുന്നു കൊടുത്തത്. ബൈക്ക് എന്ത് രസാർന്നറിയോ? 1 ലിറ്റർ പെട്രോൾ അടിച്ച് അവിടെ ഫുള്ള് കറങ്ങിട്ട് വരായില് വന്നു കേസ് പെട്ടെന്ന്. അടുത്ത് വരട്ടെ, ഫാൻസ് വാരി എറിയിക്ക. പേരെന്താ? ഉമ്മക്കുൽസു. എന്നാ പിടിച്ചോ. കണ്ടു മോഹിച്ചു, മെല്ലെ കാണാൻ ആഗ്രഹിച്ചു, എന്നെ കണ്ടും കണ്ടും എന്നെ വന്നു. റൊമാൻസ് കൂടിയാ. എന്തോന്ന് വേണം? എന്തോന്ന്? ഐ ലവ് യു. ഇതെന്താണ് പട്ടിയാ? മോളെ ഒരു പാട്ടും കൂടെ പാടട്ടാ. ജോലി സൊട്ടാവേ കളി കൊള്ളാം. ഇതാണല്ലോ പുതിയ ട്രെൻഡ്. നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരും. അങ്ങോട്ട് ഞാൻ വരൂല. ചേട്ടാ ഷർട്ട് വേണം. ഇത് നോക്കട്ടെ, ഇത് നോക്കട്ടെ. കോള് കരിങ്കാളി. എന്താടാ നീ രണ്ടും കാണിക്കുന്നത്?
കരിങ്ങാലി ട്രെൻഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലട്ടാ ഇപ്പോഴും ഉണ്ട്. നിന്റെ ഭാര്യ ഇപ്പൊ കോമയിലാണ്. ഇനി നീ വേണം ജീവിതകാലം മുഴുവൻ അവളെ കുളിപ്പിക്കണം, ഭക്ഷണം കഴിക്കണം, നോക്കണം, അതൊക്കെ നീ ചെയ്യണം. എന്റെ ദൈവമേ, ഞാൻ വെറുതെ പറഞ്ഞാടാ, അവള് ചത്തുപോയി. ഞാൻ അവനെ പറ്റിച്ചു. വരുൺ എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമെന്ന് തോന്നി. നിരാശയൊക്കെ താങ്ങാനാവാത്തോണ്ട് ചോദിച്ചു പോവാ. ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ? വേണ്ടടാ, നിന്റെ മോനെ ഞാൻ കൊന്നു. നീ വീണ്ടും ഉറക്കത്തിൽ അപ്പിട്ടു. അപ്പൊ നമ്മള് സ്വപ്നത്തിൽ അപ്പിടുമ്പോ ശരിക്കും അപ്പിടും അല്ലേ? അപ്പൊ അതിനെല്ലാവരും കക്കൂശിലിരുന്ന് സ്വപ്നം കണ്ടാ മതി. വിഷ്ണുക്കുട്ടി, എന്റെ പെട്ടി എന്റെ പട്ട് രൂപ കളഞ്ഞു പോയോ? നിന്റെ വെള്ളയിട്ട് കോൺഗ്രസ് ചേർന്നാ കണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നോട്ട് പീറ്റർ മലയാളം ഡബ്ബഡ് ഫാനാ. എടാ നീ സൂപ്പറാടാ. എടാ വിഷ്ണുക്കുട്ടി, നമുക്ക് ചോറ് കഴിക്കണ്ടേടാ. ചോറ്? ആ ചോറ്. ആ ഡേ ഒരു ടട്ടമ്മക്കുട്ടി. ഹായ് ടട്ടമ്മക്കുട്ടി. ടട്ടമ്മക്കുട്ടി? എടാ സൂപ്പർ അല്ലേ ഞാൻ? അല്ലേ? എടാ എന്റെ ആട്ടുക്കുട്ടി സൂപ്പർ ആടാടാ. സൂപ്പർ ആടാ. പ്രാശം അടിപൊളി. നീ ഇതൊന്നും കേട്ടോളാം എന്റെ ആട്ടം. എടാ വിഷ്ണുക്കുട്ടി, നീ എന്നെ റേപ്പൊന്നും ഷേട്ടില്ലല്ലോ അല്ലേ? എടാ നീ എന്നെ റേപ്പ് ചെയ്യാൻ എനിക്ക് വിഷയമൊന്നുമില്ല. എടാ വാടാ, നമുക്ക് കെട്ടിപ്പിടിക്കാം. എടാ വിഷ്ണുക്കുട്ടി, ഞാൻ നിന്റെ പുറത്തിങ്ങനെ കാല് വെച്ചോട്ടെ. എന്തായാലും അത് നോക്ക്. എടാ എന്നിട്ട് നിന്റെ പാന്റ് ഇങ്ങനെ പയ്യ ഊരട്ടെ. എടാ ഇങ്ങ വാടാ, സ്നേഹിക്കാം വാ. എന്റെ ദൈവമേ, എന്തോ കാണിക്കുവാടാ? എടാ ഞാൻ സത്യം പറയട്ടാ, എന്തുവാടാ? എനിക്ക് പൾസില്ലടാ, നീ ചത്തുപോയടാ. എടാ മണ്ട, പൾസ് കേൾക്കണേക്ക് ആദ്യം ഇത് ചെവിയിലെടുത്ത് വെക്കണവടാ. ഞാൻ ചുമ്മാ പറഞ്ഞേടാ, ഇത് ചെവി വെച്ചിട്ടും കാര്യമില്ലടാ, ഇത് ബർക്കാവത്തില്ല. എടാ നിന്റെ ഫോൺ താഴെ വീണ് പൊട്ടിയോ? പൊട്ടിയടാ. വഴിയുണ്ട്. എടാ നിന്റെ ഫോൺ വെള്ളത്തിൽ വീണ് കേടായോ? ആ കേടാടാ പിള്ളേ. വഴിയുണ്ട്. എടാ സ്കോർ മോനെ, നിന്റെ ഫോൺ പൊട്ടിത്തെറിച്ചോടാ? പൊട്ടിത്തെറിച്ചു. വഴിയുണ്ട്. എന്റെ കൂടെ വഴി ഞാൻ കാണിച്ചു തരാം. എന്തുവാടാ വഴി? പുതിയ ഫോൺ മേടിച്ചാ മതിയടാ. നീ എന്റെ മോനാന്ന് പറഞ്ഞ എനിക്ക് നാണക്കേടാടാ. അത് കാളത്തുള്ളി അങ്ങ് നടക്കുക, ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. നിനക്കെന്താ ഒന്നും പറയാനില്ലയോ? നിന്റെ വായിക്കാത്ത എന്തുവാ? എന്തായാലും പറയടാ, ആ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടാ. നീ സൂപ്പറാടാ സ്കോർ തന്റെ. എടാ നീ എന്നെ റേപ്പൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? അന്ന് ഞമ്മള് റേപ്പ് ചെയ്യാനൊന്നും പോണില്ല പിള്ളേ. അന്ന് ഞമ്മള് ഷട്ടവനല്ലേടാ. പ്രണയിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഉണ്ടാവണേന്ന്. ദൈവമേ, നിന്റെ പണി കേൾക്കുന്നുണ്ടടാ. നിങ്ങളൊരു ബോയിനെ ആദ്യം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മൾ ആദ്യം ഒരു ബോയെ കാണുമ്പോൾ പോയി വായി നോക്കിയാണോ എന്ന് നോക്കും. ഈ വായി നോക്കിയാണോ ഇങ്ങനെ മനസ്സിലാവുന്നത്? നമ്മൾ നേഴ്സിന് ഇങ്ങനെ നോക്കും, നമ്മളെ നോക്കുന്നുണ്ടോ നോക്കും. പിന്നെ ഒന്നോടെ നോക്കുമ്പോൾ നമ്മളെ നോക്കുവാണെങ്കിൽ അത് വായി നോക്കിയാണോ നമ്മൾ കൺഫേം ചെയ്യും. അപ്പൊ അവിടെ ശരി ആ പെണ്ണല്ലേ വായി നോക്കി? ആ അവിടെ ആ പെണ്ണല്ലേ വായി നോക്കി ശരിക്കും? നോക്കും മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ അടുത്ത് നത്ത് മൂക്കല്ലേ. ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പിന്നെ ജോലൈനോ കൂടുതൽ ഹൗ ദി സ്മെൽ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. സ്മെല്ലോ സ്വാമി പിന്നെ ഡെയിലി കുളിക്കുന്ന നല്ല സ്മെല്ല. ഫാഷൻ സെൻസ് നോട്ട് ചെയ്യും. നല്ലപോലെ ഡ്രസ്ഡ് ആണെങ്കിൽ അതൊരു പെട്ടെന്ന് നോട്ടീസ് ചെയ്യും.